എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ടാക്സിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 2 വീഡിയോ ആണ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മെനഞ്ഞാന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുള്ള പാർട്ട് 1 വീഡിയോ കാണുക. അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ടാണ് പാർട്ട് 2 വീഡിയോ വരുന്നത്. അപ്പം നമ്മൾ ഓരോ പാർട്ട് വീഡിയോയിലൂടെയും ഇൻകം ടാക്സിലെ മുഴുവൻ തിയറീസും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇത് നിങ്ങളുടെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇൻകം ടാക്സിൻ്റെ പ്രോബ്ലംസ് ഒക്കെ അറിയാത്ത സ്റ്റുഡൻസിന് തിയറി എഴുതി പാസ്സാവാനുള്ള ഒരു എളുപ്പ വഴി കൂടെയാണ് എല്ലാ തിയറിയും പഠിച്ചു വെക്കുക. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ടാക്സിൽ BCom MCom MBA ക്കൊക്കെ ചോദിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിലുള്ളത് പഠിച്ചെടുത്തവർക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ള ഒരു 5 മാർക്കിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏരിയ ആണ് ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ്. ഒരു വർഷം എക്സാമിന് ചോദിച്ചത് എക്സ്പ്ലെയിൻ ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്നായിരുന്നു. അതുപോലെ തന്നെ അത് മറ്റ് രീതിയിലും ചോദ്യം വരും. ആദ്യം നമുക്ക് ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്താണെന്ന് പഠിച്ചെടുക്കാം. എവറി അസസി ഈസ് ലാബിൾ ടു പേ ടാക്സ് ഓൺ പ്രീവിയസ് ഇയർ. നമുക്കറിയാം എല്ലാ അസസി എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എ പേഴ്സൺ ഹു ഈസ് ലാബിൾ ടു പേ ടാക്സ് ഈസ് കോൾഡ് അസസി. ആരാണോ ടാക്സ് അടയ്ക്കുന്ന വ്യക്തി അദ്ദേഹത്തെ പറയുന്ന പേരാണ് അസസി. അപ്പം നമുക്കറിയാം ഏതൊരു ടാക്സ് പേയറും അല്ലെങ്കിൽ അസസിയും അവരുടെ പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന്റെ മുകളിൽ ഈ അസസ്മെന്റ് ഇയറിലാണ് എന്ത് ചെയ്യുക? ടാക്സ് അടയ്ക്കുക. പക്ഷേ സർട്ടൈൻ സിറ്റുവേഷൻ ഇൻകം ഓഫ് എ പേഴ്സൺ ഷാൽ ബി അസസ്ഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഇറ്റ് സെൽഫ് ഈസ് കോൾഡ് ആക്സിലറേറ്റഡ് അസസ്മെന്റ്. സംഭവം വളരെ സിമ്പിൾ ആണ്. ആദ്യം നിങ്ങൾ മലയാളത്തിലൊന്ന് മനസ്സിലാക്കി വെക്കുക. ഉദാഹരണത്തിന്, എനിക്ക് 2024-25 വർഷത്തിൽ ഉണ്ടായ ഇൻകത്തിന്റെ മുകളിൽ ഞാൻ ടാക്സ് അടയ്ക്കുക 2025-26 അസസ്മെന്റ് ഇയറിലായിരിക്കും. പക്ഷെ എൻ്റെ ഇൻകം 2024-25 പക്ഷെ ഞാൻ ടാക്സ് അടയ്ക്കേണ്ടത് 2025-26 പക്ഷേ ചില സാഹചര്യങ്ങളിൽ ആ പ്രീവിയസ് ഇയറിൽ തന്നെ, അതായത് 2024-25 വർഷത്തിൽ തന്നെ ചിലപ്പോൾ ടാക്സ് അടയ്ക്കും. ആ ഒരു കേസിനെയാണ് ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിളിലൂടെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എവറി അസസി ഈസ് ലാബിൾ ടു പേ ടാക്സ് ഓൺ പ്രീവിയസ് ഇയർ. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് എല്ലാ ടാക്സ് പെയറെയാണ് നമ്മൾ അസസി എന്ന് വിളിക്കുന്നത്. എല്ലാ അസസിയും പ്രീവിയസ് ഇയറിൽ ഇൻകത്തിന്റെ മുകളിൽ ടാക്സ് അടയ്ക്കണം. പക്ഷേ ചില സിറ്റുവേഷനിൽ അവരെന്ത് ചെയ്യില്ല, അങ്ങനെ ആയിരിക്കില്ല ട്രീറ്റ് ചെയ്യുന്നത്. ദാറ്റ് പേഴ്സൺ ഷാൽ ബി അസസ്ഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഇറ്റ് സെൽഫ്. ആ ഒരു കഴിഞ്ഞു പോയ വർഷത്തിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക? ടാക്സ് അടയ്ക്കുക. അതിനെയാണ് ആക്സിലറേറ്റഡ് അസസ്മെന്റ്. ഒന്നുകൂടെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തരാം. 2024-25 എനിക്ക് ഇൻകം ഉണ്ടാകുന്നു. അതിൻ്റെ ടാക്സ് അടയ്ക്കേണ്ടത് 2025-26 എന്നാൽ ചില കേസുകളിൽ 2024-25 തന്നെ ടാക്സ് അടയ്ക്കേണ്ടി വരും. അതിനെയാണ് ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് സിറ്റുവേഷൻസ് ഓഫ് ആക്സിലറേറ്റഡ് അസസ്മെന്റ്. അതുകൊണ്ടാണ് 5 മാർക്കിന് എക്സ്പ്ലെയിൻ ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്ന് ചോദിച്ചാൽ അതിന്റെ സിറ്റുവേഷനും കൂടെ എഴുതണം. മാത്രമല്ല ഇത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിന് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സ്പ്ലെയിൻ ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്നും അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഓഫ് ആക്സിലറേറ്റഡ് അസസ്മെന്റും അതല്ലെങ്കിൽ ചോദ്യം വരിക ഇങ്ങനെയായിരിക്കും: ഇൻകം ടാക്സ് ഈസ് അസസ്ഡ് ഓൺ ദ ഇൻകം ഓഫ് പ്രീവിയസ് ഇയർ ഇൻ ദ നെക്സ്റ്റ് അസസ്മെന്റ് ഇയർ, സ്റ്റേറ്റ് എക്സെപ്ഷൻ ഓഫ് ദിസ് റൂൾ. നമുക്കറിയാം ഈ ചോദ്യം ഇങ്ങനെയാണ്. സാധാരണയായിട്ട് ഇൻകം ടാക്സ് അസസ് ചെയ്യുക ഒരു വ്യക്തിയുടെ പ്രീവിയസ് ഇയറിലെ ഇൻകം അടുത്ത അസസ്മെന്റ് ഇയറിലാണ്. ആ റൂളിന് എക്സെപ്ഷൻസ് എന്തൊക്കെയാണ് എന്നാണ്. അതിന് 5 പോയിന്റുകളാണുള്ളത്. ഞാൻ ആ പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷനും നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ചെറിയ രീതിയിൽ 5 മാർക്കിന് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കേസ്, ഇൻകം ഓഫ് എ നോൺ റെസിഡന്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ്. ആ പേര് ഓർത്ത് വെക്കണം. അറ്റ്ലീസ്റ്റ് എക്സ്പ്ലനേഷൻ നിങ്ങളേതായ രീതിയിൽ എഴുതിയാൽ മതി. പക്ഷേ ആക്സിലറേറ്റഡ് അസസ്മെന്റിന്റെ സിറ്റുവേഷൻ അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ തന്നെ ഇൻകം അസസ് ചെയ്യുന്ന സിറ്റുവേഷൻ 5 കേസാണുള്ളത്. ഒന്ന്,
ഇൻകം ഓഫ് എ നോൺ റെസിഡൻറ്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ്. ഇൻകം ഓഫ് എ നോൺ റെസിഡൻറ്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ്. രണ്ടാമത്തത് ഇൻകം ഓഫ് എ പേഴ്സൺ ലീവിംഗ് ഇൻ ഇന്ത്യ. ഇൻകം ഓഫ് എ പേഴ്സൺ ലീവിംഗ് ഇൻ ഇന്ത്യ. മൂന്നാമത്തത് ഇൻകം ഓഫ് ആൻ AOP ഓർ BOI. അടുത്തത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ്. അഞ്ചാമത്തത് ഡിസ്കണ്ടിന്യൂൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ഈ 5 കേസുകളിൽ ആക്സിലറേറ്റഡ് അസസ്മെന്റിന്റെ പ്രത്യേക സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഓഫ് ആക്സിലറേറ്റഡ് അസസ്മെന്റ്. ഈ 5 സിറ്റുവേഷനിലും പ്രീവിയസ് ഇയറിൽ തന്നെ ആയിരിക്കും ഇൻകം അസസ് ചെയ്യുക. ഒന്നാമത്തെ സിറ്റുവേഷൻ നോക്കൂ, ഇൻകം ഓഫ് എ നോൺ റെസിഡൻറ്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ്. അതായത് ഇൻകം ഓഫ് എ നോൺ റെസിഡൻറ്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ് ഈസ് ടാക്സബിൾ ഡ്യൂറിംഗ് ദ സെയിം ഇയർ. ഒരു നോൺ റെസിഡന്റിന് ഷിപ്പിംഗ് ബിസിനസ്സിലൂടെ ഇൻകം ഉണ്ടാവുകയാണെങ്കിൽ, റെസിഡന്റ് അല്ല നോൺ റെസിഡന്റ് ആണ്, അദ്ദേഹത്തിന് ഷിപ്പിംഗ് ബിസിനസ്സിലൂടെ ഇൻകം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഇൻകം സെയിം ഇയറിൽ തന്നെ ആയിരിക്കും അസസ് ചെയ്യുക. അല്ലാതെ എന്ത് ചെയ്യില്ല, അടുത്ത ഇയറിലേക്ക് അസസ്മെന്റ് പോകില്ല. മനസ്സിലായോ? ഒന്നാമത്തെ കേസ് ആ പേരോർത്ത് വെക്കണം. ഇൻകം ഓഫ് ആൻ അസസി അല്ലെങ്കിൽ ഇൻകം ഓഫ് എ നോൺ റെസിഡന്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ്. ഒരു അസസിക്ക് അല്ലെങ്കിൽ ഒരു ടാക്സ് അടയ്ക്കുന്ന വ്യക്തിക്ക് ഷിപ്പിംഗ് ബിസിനസ്സിലൂടെ, നോൺ റെസിഡന്റ് ആയിരിക്കണം അദ്ദേഹം, ഇന്ത്യയിൽ റെസിഡന്റ് ആയിരിക്കരുത്, നോൺ റെസിഡന്റ് ആയിരിക്കണം, അദ്ദേഹത്തിന് ഷിപ്പിംഗ് ബിസിനസ്സിലൂടെ ഇൻകം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഇൻകത്തിന്റെ മുകളിൽ ടാക്സ് അടയ്ക്കുക സെയിം ഇയറിൽ തന്നെ ആയിരിക്കും. രണ്ടാമത്തെ കേസ് ഇൻകം ഓഫ് എ പേഴ്സൺ ലീവിംഗ് ഇൻ ഇന്ത്യ. If the assessing officer has sufficient reason to believe that the assessee may live in India and there is no possibility of his returning to India, his income shall be taxable during the year. ഒരു അസസിംഗ് ഓഫീസർക്ക് ബോധ്യപ്പെടണം, ഒരു അസസി ഇന്ത്യ വിട്ടു പോവുകയാണ്, ഇനി ഇന്ത്യയിലേക്ക് അദ്ദേഹം തിരിച്ചു വരികയുമില്ല. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയുടെ ഇൻകം ആ വർഷം തന്നെ എന്ത് ചെയ്യും? ടാക്സ് അസസ് ചെയ്യും. ടാക്സ് ആ വർഷം തന്നെ കൊടുക്കാം. കേസ് മനസ്സിലാക്കണേ, ഇത് എളുപ്പമാണ്, പക്ഷേ 1-2 തവണ റിപ്പീറ്റ് അടിച്ച് കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഏരിയ ഞാൻ എടുത്ത ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇത് കേൾക്കുന്ന കുട്ടികളാണെങ്കിൽ അത് മനസ്സിലായെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ പറയുന്ന എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് പക്ക ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയുക. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കേസ് ഇൻകം ഓഫ് എ പേഴ്സൺ ലീവിംഗ് ഇൻ ഇന്ത്യ. അതായത് അസസിംഗ് ഓഫീസർക്ക് ബോധ്യപ്പെടണം ഒരു വ്യക്തി ഇന്ത്യ വിട്ടു പോവുകയാണ്, ഇനി ഇന്ത്യയിലേക്ക് തിരിച്ചു വരില്ല എന്ന്. അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിക്കും സെയിം ഇയറിൽ തന്നെ അസസ്മെന്റ് നടത്തും. അടുത്തതാണ് ഇൻകം ഓഫ് ആൻ AOP ഓർ BOI. ഇൻകം ഓഫ് ആൻ AOP ഓർ BOI. Income of an AOP or BOI or an artificial judicial person may be assessed during the previous year itself. അസോസിയേഷൻ ഓഫ് പേഴ്സണിൽ നിന്നോ അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. AOP എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ്, BOI എന്ന് പറഞ്ഞാൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ആണ്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, ഇതിലൂടെയെല്ലാം ഉണ്ടാകുന്ന ഇൻകം ആണെങ്കിൽ ആ ഇൻകം പ്രീവിയസ് ഇയറിൽ തന്നെ ആയിരിക്കും അസസ് ചെയ്യുക. അടുത്തത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ്. If the assessing officer has sufficient reasons to believe that the assessee is likely to transfer his property to avoid tax. ടാക്സ് ബേർഡൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അസസി അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തു എന്ന് അസസിംഗ് ഓഫീസർക്ക് ബോധ്യപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെയും അസസ് ചെയ്യുക പ്രീവിയസ് ഇയറിൽ തന്നെ ആയിരിക്കും. അടുത്തതാണ് ഡിസ്കണ്ടിന്യൂൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. In the case of discontinuance of business, the assessing officer can, at his discretion, assess and charge on income during the previous year itself. ഒരു ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ ഒരു വ്യക്തി ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്, അതായത് അത് തുടരാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ ആ ബിസിനസ്സിൽ നിന്നോ പ്രൊഫഷനിൽ നിന്നോ ഉണ്ടായിട്ടുള്ള വരുമാനം ആ പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സബിൾ ചെയ്യും അല്ലെങ്കിൽ അസസ് ചെയ്യും. ഇതാണ് ആക്സിലറേറ്റഡ് അസസ്മെൻറ്റും അതിൻ്റെ സിറ്റുവേഷൻസും. അപ്പം ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ് ഒന്നുകൂടെ ഞാൻ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരാം. എവറി അസസി ഈസ് ലേബിൾ ടു പേ ടാക്സ് ഓൺ പ്രീവിയസ് ഇയർ. എല്ലാ അസസിയും പ്രീവിയസ് ഇയറിൽ അദ്ദേഹത്തിൻ്റെ ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ് പേ ചെയ്യണം. ബട്ട് ഇൻ സർട്ടൈൻ സിറ്റുവേഷൻസ്
ഇൻകം ഓഫ് എ പേഴ്സൺ ഷാൽ ബി അസസ്ഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഇറ്റ്സെൽഫ് ഈസ് കോൾഡ് ആക്സിലറേറ്റഡ് അസസ്മെന്റ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഒരു വ്യക്തിയുടെ ഇൻകം അസസ് ചെയ്യുക പ്രീവിയസ് ഇയറിൽ തന്നെ ആയിരിക്കും. ആ ഒരു സിറ്റുവേഷനെയാണ് ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇത് എക്സാമിന് 2 രീതിയിലാണ് ചോദ്യം വരിക, 3 രീതിയിൽ. ഒന്ന്, എക്സ്പ്ലെയിൻ ആക്സിലറേറ്റഡ് അസസ്മെന്റ്. അങ്ങനെയാണെങ്കിൽ ഈ മീനിങ്ങും എഴുതണം, അതിന്റെ 5 കേസും എഴുതണം. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരിക വാട്ട് ആർ ദ സിറ്റുവേഷൻസ് ഓഫ് ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്നായിരിക്കും. ഇനി അതല്ലെങ്കിൽ മറ്റൊരു രീതിയിലും ചോദിച്ചിട്ടുണ്ട്, ഇൻകം ടാക്സ് ഈസ് അസസ്ഡ് ഓൺ ദ ഇൻകം ഓഫ് പ്രീവിയസ് ഇയർ ഇൻ ദ നെക്സ്റ്റ് അസസ്മെന്റ് ഇയർ, സ്റ്റേറ്റ് എക്സെപ്ഷൻ ഓഫ് ദിസ് റൂൾ. 5 റൂളാണുള്ളത്. ഇൻകം ഓഫ് നോൺ റെസിഡന്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ്, ഇൻകം ഓഫ് എ പേഴ്സൺ ലിവിംഗ് ഇൻ ഇന്ത്യ, ഇൻകം ഓഫ് ആൻ AOP or BOI, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ്, ഡിസ്കണ്ടിന്യൂയൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. എല്ലാ വർഷവും ഇതിൽ നിന്ന് ചോദ്യമുണ്ട്. നന്നായിട്ട് വിത്ത് എക്സ്പ്ലനേഷൻ ഈ നോട്ട് ഉപയോഗിച്ച് പഠിച്ചു വെക്കുക. അടുത്തതാണ് കാഷ്വൽ ഇൻകം. കാഷ്വൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ഇൻകം ഓഫ് നോൺ റിപ്പീറ്റേറ്റീവ് നാച്ചർ ഈസ് കോൾഡ് കാഷ്വൽ ഇൻകം. അതായത് റിപ്പീറ്റേറ്റീവ് അല്ലാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചിലപ്പോൾ നമുക്ക് ഇൻകം ഉണ്ടാകും. ഒരു വ്യക്തിക്ക് ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുമാനം ഉണ്ടാകും, അപ്രതീക്ഷിതമായിട്ട്. അതിനെയാണ് കാഷ്വൽ ഇൻകം എന്ന് പറയുന്നത്. ഉദാഹരണം, വിന്നിങ് ഫ്രം ലോട്ടറീസ്. ലോട്ടറി അടിച്ചിട്ട് വരുമാനം വരിക. എല്ലാവർക്കും എപ്പോഴും ലോട്ടറി അടിക്കില്ല, അത് റിപ്പീറ്റേറ്റീവ് ആയിട്ട് സംഭവിക്കില്ല. അതുപോലെ തന്നെ അതെന്താണ്, അൺഎക്സ്പെക്റ്റഡ് ആണ്. നമ്മൾ എപ്പോഴും ലോട്ടറി ടിക്കറ്റ് എടുക്കുകയായിരിക്കും, പക്ഷേ എപ്പോഴും നമുക്കത് അടിക്കാനുള്ള പ്രോബബിലിറ്റി ഇല്ല. അത്തരത്തിലുള്ള ഇൻകത്തെയാണ് കാഷ്വൽ ഇൻകം. അപ്പോൾ കാഷ്വൽ ഇൻകം ഓർത്തു വെക്കുമ്പോൾ നിങ്ങൾ ഓർത്തു വെക്കേണ്ട കീ വേർഡ് എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ഇൻകം ആണ്. അപ്രതീക്ഷിതമായിട്ട് നമുക്കുണ്ടാക്കാവുന്ന അല്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന ഇൻകത്തെയാണ് കാഷ്വൽ ഇൻകം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നോൺ റിപ്പീറ്റേറ്റീവ് നാച്ചർ. അതെന്തല്ല, റിപ്പീറ്റേറ്റീവ് നാച്ചർ അല്ല, എപ്പോഴും നമുക്ക് അതിലൂടെ വരുമാനം കിട്ടില്ല. അപ്പോൾ കാഷ്വൽ ഇൻകം എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ നോൺ റിപ്പീറ്റേറ്റീവ് നാച്ചർ ഇൻകത്തെയാണ് കാഷ്വൽ ഇൻകം എന്ന് പറയുന്നത്. കോമ്പറ്റീഷൻ. നമ്മളിപ്പോൾ ഒരു റിയാലിറ്റി ഷോയിലൊക്കെ കുട്ടികൾ പങ്കെടുക്കാൻ പോകാറുണ്ട്. കുട്ടികളല്ല, മുതിർന്നവരും ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം, പല ചാനലുകളും സംഘടിപ്പിക്കുന്ന റിയാലിറ്റി ഷോയിലൊക്കെ പോകാറുണ്ട്. അതിൽ നിന്നും വിന്നറായിട്ട് കിട്ടുന്ന പ്രൈസ് മണിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്താണ്, കാഷ്വൽ ഇൻകം ആണ്. കാരണം അതൊക്കെ വല്ലപ്പോഴുമേ കിട്ടും, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് റിപ്പീറ്റേറ്റീവ് അല്ലാതെ കിട്ടുന്നതാണ്. അപ്പോൾ കോമ്പറ്റീഷനിലൂടെയും കാർഡ് ഗെയിമിലൂടെയും ലോട്ടറിയിലൂടെയും എല്ലാം നമുക്ക് കിട്ടുന്ന ഇൻകത്തെയാണ് കാഷ്വൽ ഇൻകം എന്ന് പറയുന്നത്. അടുത്തത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ഏരിയ ആണ് ടോട്ടൽ ഇൻകവും ഗ്രോസ് ടോട്ടൽ ഇൻകവും. അപ്പം ഞാൻ ഈ തന്ന നോട്ട് എന്താണോ അത് അതേപോലെ എഴുതി പഠിക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം ഞാൻ മുന്നേ എടുത്തത് കാഷ്വൽ ഇൻകം ആണ്. വെറുതെ ഒന്ന് പറഞ്ഞു നോക്കൂ എന്താണ് കാഷ്വൽ ഇൻകം എന്ന്. അങ്ങനെയാണ് പഠിക്കുക. അപ്പം ഞാൻ പറയുന്നില്ല, നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് ഓർത്ത് വെച്ചോ. 2 കീവേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ഇൻകം ആണ്, നോട്ട് റിപ്പീറ്റേറ്റീവ് നാച്ചർ ആണ്. കാർഡ് ഗെയിമിലൂടെയും ലോട്ടറി വിൻ ചെയ്തും കോമ്പറ്റീഷനിലൂടെയും ഒരാൾക്ക് ഇൻകം കിട്ടുകയാണെങ്കിൽ അതെല്ലാം കാഷ്വൽ ഇൻകം ആണ്. അടുത്തതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഗ്രോസ് ടോട്ടൽ ഇൻകം റെഫേഴ്സ് ടു ടോട്ടൽ ഇൻകം ഏൺഡ് ബൈ ദ അസസി ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഫ്രം വേരിയസ് സോഴ്സസ് ബിഫോർ മേക്കിംഗ് ഡിഡക്ഷൻ. അതായത് ഒരു അസസി പ്രീവിയസ് ഇയറിൽ എല്ലാ സോഴ്സ് ഓഫ് ഇൻകത്തിലൂടെയും, അതായത് സാലറിയിലൂടെയോ അല്ലെങ്കിൽ ബിസിനസ് ഓർ പ്രൊഫഷനിലൂടെയോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിനിലൂടെയോ ഹൗസ് പ്രോപ്പർട്ടിയിലൂടെയോ അതർ സോഴ്സസിലൂടെയോ എല്ലാം തന്നെ ഒരു വ്യക്തി പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്തിട്ടുള്ള ഇൻകത്തെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ബട്ട് ബിഫോർ മേക്കിംഗ് ഡിഡക്ഷൻ, ഡിഡക്ഷൻസ് എല്ലാം മേക്ക് ചെയ്യാതെ, ഡിഡക്ഷൻസ് ഒന്നും, ഇൻകം ടാക്സിന് ചില ഡിഡക്ഷൻസ് കിട്ടുമല്ലേ. ഇൻകം ടാക്സിന്റെ സെക്ഷൻ 80C മുതൽ 80U വരെ ചില ഡിഡക്ഷൻസ് ഉണ്ട്. ആ ഡിഡക്ഷൻസ് കണക്കാക്കാതെ കിട്ടുന്ന ഇൻകത്തെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പൊ ഇത് സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. ഗ്രോസ് ടോട്ടൽ ഇൻകം റെഫേഴ്സ് ടു ദി ടോട്ടൽ ഇൻകം ഏൺഡ് ബൈ ദ അസസി ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ ഒരു അസസി ഏൺ ചെയ്ത ടോട്ടൽ ഇൻകത്തെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ബിഫോർ മേക്കിംഗ് ഡിഡക്ഷൻ, അതായത് ഡിഡക്ഷൻസ് ഒന്നും ചെയ്യാതെ. അടുത്തതാണ് ടോട്ടൽ ഇൻകം. എന്താണ് ടോട്ടൽ ഇൻകം? ടോട്ടൽ ഇൻകം മീൻസ് total income earned by an assessee during the previous year after making deduction. നേരത്തെ ബിഫോർ മേക്കിംഗ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U ആണ്. ഇവിടെ ആഫ്റ്റർ എന്നാക്കിയാൽ മതി. അപ്പോൾ
ഗ്രോസ് ടോട്ടൽ ഇൻകവും ടോട്ടൽ ഇൻകവും പഠിക്കാൻ ഒരു ആഫ്റ്ററും ബിഫോറും മാത്രം മതി, ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പൊ അത് രണ്ടും പഠിച്ചെടുത്തല്ലോ. അപ്പൊ ആദ്യം ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ ഇൻകം ഏൺഡ് ബൈ ആൻ അസസി ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ബിഫോർ മേക്കിംഗ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U എന്ന് എഴുതുക. ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ ഇൻകം ഏൺഡ് ബൈ ആൻ അസസി ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ആഫ്റ്റർ മേക്കിംഗ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U. അത്രയേ സംഭവമുള്ളൂ. അടുത്തതാണ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ AOP. 2 മാർക്കിനൊക്കെ ചോദിക്കും വാട്ട് ഈസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന്. ഇറ്റ് മീൻസ് അസോസിയേഷൻ ഇൻ വിച്ച് 2 or more person join together for a common purpose of producing income or gain. വരുമാനം അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി 2 അതിലധികമോ ആളുകൾ ജോയിൻ ചെയ്യുന്ന ഒരു അസോസിയേഷനെയാണ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ AOP എന്ന് പറയുന്നത്. അതൊന്ന് പഠിച്ചു വെക്കുക. ഇറ്റ് മീൻസ് അസോസിയേഷൻ ഇൻ വിച്ച് 2 or more person join together for a common purpose of producing income or gain. വരുമാനം അല്ലെങ്കിൽ ലാഭം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോമൺ ലക്ഷ്യത്തോടു കൂടി 2 അതിലധികമോ ആളുകൾ ഒരുമിച്ച് ജോയിൻ ചെയ്യുന്ന ആ ഒരു അസോസിയേഷനെയാണ് AOP അഥവാ അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് പറയുന്നത്. അടുത്തതാണ് BOI അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. അപ്പൊ നമുക്ക് എന്താണ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് നോക്കാം. It is a group of individuals without a common objective of earning income. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ പ്രത്യേക ലക്ഷ്യമൊന്നും ഇല്ലാതെ, അസോസിയേഷൻ ഓഫ് പേഴ്സണിന് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്, ദർ ഈസ് എ കോമൺ പർപ്പസ് അല്ലേ. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു കോമൺ ഒബ്ജക്റ്റീവ് ഇല്ലാതെ വിത്തൗട്ട് കോമൺ ഒബ്ജക്റ്റീവ് ഇൻകം ഏൺ ചെയ്യുന്നതിനെയാണ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. അടുത്തതാണ് റിബേറ്റ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരും എക്സ്പ്ലെയിൻ റിബേറ്റ്സ് അണ്ടർ സെക്ഷൻ 87A. അപ്പൊ റിബേറ്റിന്റെ സെക്ഷൻ എല്ലാവരും ഓർത്തു വെക്കുക. 87A ആണ് റിബേറ്റിന്റെ സെക്ഷൻ. ഇനി എന്താണ് റിബേറ്റ്? ഇതും പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് റിബേറ്റ്. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻകം ടാക്സിന്റെ സെക്ഷൻ ഒന്ന് ഓർത്തു വെക്കണം. സെക്ഷൻ 87A ആണ് റിബേറ്റിൻ്റെത്. എ റെസിഡന്റ് ഇൻഡിവിജ്വൽ ഈസ് എൻറ്റൈറ്റിൽഡ് ഫോർ റിബേറ്റ്. അവിടെ ഡിബേറ്റ് എന്നാണ് എന്നോട് എഴുതിപ്പോയത്, റിബേറ്റ് എന്ന് തിരുത്തി വായിക്കണം. എ റെസിഡന്റ് ഇൻഡിവിജ്വൽ ഈസ് എൻറ്റൈറ്റിൽഡ് ഫോർ റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A. ഏതൊരു റെസിഡന്റ് ഇൻഡിവിജ്വലിനും 87A സെക്ഷൻ പ്രകാരം റിബേറ്റിന് അർഹരാണ്. ഇഫ് ദ ടോട്ടൽ ഇൻകം ഡസ് നോട്ട് എക്സീഡ് 5 lakh. ഒരു അസസിയുടെ അല്ലെങ്കിൽ ഒരു ടാക്സ് പേയറുടെ ഇൻകം 5 ലക്ഷത്തിൽ കൂടുതൽ അല്ലെങ്കിൽ സെക്ഷൻ 87A പ്രകാരം അദ്ദേഹത്തിന് റിബേറ്റ് കിട്ടും. അങ്ങനെ തന്നെ മനസ്സിലാക്കി ഓൺ ലാംഗ്വേജിൽ നിങ്ങൾ എഴുതിയാൽ മതി. ഇത് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. എന്താണ് റിബേറ്റ് എന്ന്? സെക്ഷൻ 87A പ്രകാരം 5 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് സെക്ഷൻ 87A പ്രകാരം റിബേറ്റ് അവാർഡഡ് ആണ് അല്ലെങ്കിൽ എൻറ്റൈറ്റിൽഡ് ചെയ്യാം. അതിനുള്ള കണ്ടീഷൻ എങ്ങനെയാണ്? ദ എമൗണ്ട് ഓഫ് റിബേറ്റ് ഷാൽ ഈക്വൽ ടു ടാക്സ് പേബിൾ. ഒന്നില്ലെങ്കിൽ റിബേറ്റിന്റെ എമൗണ്ട് ടാക്സ് പേ ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കണം, ഓർ 12,500 അല്ലെങ്കിൽ 12,500. ഇതിൽ ഏതാണോ കുറവ് അതിന്റെ മുകളിലായിരിക്കും റിബേറ്റ് കിട്ടുക. അടുത്തതാണ് സർചാർജ്. ഇറ്റ് ഈസ് എ ചാർജ് ഓർ അഡീഷണൽ ടാക്സ്. അഡീഷണൽ ആയിട്ട് വരുന്ന ടാക്സിനെയാണ് എന്ത് പറയുന്നത്? സർചാർജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ടാക്സ് ഓൺ ടാക്സ്. സർചാർജിന്റെ മറ്റൊരു പേരാണ് ടാക്സ് ഓൺ ടാക്സ്. ടാക്സിന്റെ മുകളിൽ തന്നെ ടാക്സ് കൊടുക്കുന്നതിനെയാണ് സർചാർജ് എന്ന് പറയുന്നത്. അപ്പൊ അത് അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ എഴുതണ്ട. ഈ 2 സെന്റൻസിൽ തന്നെ അത് ക്ലിയർലി എക്സ്പ്ലെയിൻഡ് ആണ്. എന്താണ് സർചാർജ് എന്നുള്ളത്? അതൊരു അഡീഷണൽ ചാർജ് ആണ് അല്ലെങ്കിൽ അഡീഷണൽ ടാക്സ് ആണ്. നമ്മുടെ ടാക്സിന്റെ മുകളിൽ, ടാക്സ് ഓൺ ടാക്സ് എന്നാണ് അത് പറയുന്നത്. ടാക്സിന്റെ മുകളിൽ ടാക്സ് ചെയ്യുന്നതിനെയാണ് സർചാർജ് എന്ന് പറയുന്നത്. അടുത്തതാണ് മാക്സിമം മാർജിനൽ റേറ്റ്. മാക്സിമം മാർജിനൽ റേറ്റ് എന്താണ്? മാക്സിമം മാർജിനൽ റേറ്റ്. മാക്സിമം മാർജിനൽ റേറ്റ് ഈസ് ദ ടാക്സ് റേറ്റ് അപ്ലിക്കബിൾ ടു ദ ഹയസ്റ്റ് സ്ലാബ് ഓഫ് ഇൻകം ആസ് സ്പെസിഫൈഡ് ഇൻ ദി ഫിനാൻസ് ആക്ട് ഈച്ച് ഇയർ. എല്ലാ വർഷത്തെയും ഫിനാൻസ് ആക്ടിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഇൻകത്തിന്റെ ഹയസ്റ്റ് സ്ലാബിന്റെ മുകളിൽ അപ്ലിക്കബിൾ ആകുന്ന ടാക്സ് റേറ്റിനെയാണ് മാക്സിമം മാർജിനൽ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ്
ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്ത പാർട്ടുമായിട്ട് വരുന്നതായിരിക്കും. അടുത്തത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ തിയറിയും പ്രോബ്ലവും ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ തിയറിയും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസും ഇൻക്ലൂഡ് ചെയ്യും. പല വെറൈറ്റീസ് ഓഫ് പ്രോബ്ലംസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസും അതുപോലെ തന്നെ നിങ്ങളുടെ മാക്സിമം നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിന് എല്ലാവർക്കും തന്നെ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. താങ്ക്